ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ്. ഞമ്മക്ക് സുഖം തന്നെ അൽഹംദുലില്ലാ. പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ പത്തിരിയൊക്കെ ഉണ്ടാക്കണ പൊടി എടുത്ത് ചുടന്നയാളെ. അപ്പോൾ പത്തിരി നല്ല ചുടന കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല ഉസാറ് മോട്ടറടി ചുടാം. അതെങ്ങനെയാണ് നോക്കിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഈ കയ്യിന് ഒരു 3 കയ്യിൽ പൊടിയായിട്ട് എടുത്തത് മതി. കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലോണം ഇങ്ങോട്ട് കലക്കിയെടുക്കുക കേട്ടോ. വെള്ളം ഏറരുത്. ഓട്ടടക്ക് ഇതിൻ്റെ പാകത്തിന് വെള്ളം പാരാവും കേട്ടോ. നല്ലോണം ഇങ്ങോട്ട് വെള്ളം പാർന്നിട്ട് പിന്നെ അരിയിച്ച് അതിനെ ജ്യൂസാക്കി എടുക്കരുത്. ഒരു കണക്കിന് വെള്ളം പാരാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മടിച്ച് നിൽക്കരുത് കേട്ടോ. ഇപ്പം എല്ലാവർക്കും പരാതിയാണല്ലോ അല്ലേ, എന്ത് പത്തിരി പൊടി കൊണ്ട് ഓർഡർ ഇട്ടാൽ നന്നാവില്ല എന്നുള്ളത്. അത് ഇക്കോലത്തൊന്ന് ആക്കി നോക്കി അപ്പം നല്ലോണം നന്നാവും കേട്ടോ. ഇതെല്ലോണം ആക്കിയില്ലേ, ഇത് ഇനി എന്ത് ചെയ്യണം, ഒരു മിക്സിൻ്റെ ജാറിട്ടിട്ട് നല്ലോണം ഇങ്ങോട്ട് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ നല്ലോണം ഇങ്ങോട്ട് അരച്ച് കൊണ്ടുവന്നേ നമുക്ക് നമ്മളെ പാത്രത്തിലാണ് പാർന്ന് കൊടുക്കട്ടെ. ഇനി ഇളക്കി കൊടുക്കുക. ഈ തുള്ളി ഇതൊന്ന് പിന്നെ നമ്മൾ ഈ മിക്സിൻ്റെ ജാറുണ്ടല്ലോ ഒന്നിങ്ങോട്ട് ഒരു തുള്ളി വെള്ളം വന്നിട്ട് ഒന്ന് ചുഴറ്റി കൊടുക്കട്ടോ. ഓനെ പറയത് ഒന്ന് ചുഴറ്റി പാർന്ന് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ തേങ്ങ ചിരകിയത് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് പിന്നെ തേങ്ങ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തേങ്ങ ഒക്കെ തിന്നാൽ തേങ്ങ അരച്ച കറി കൂട്ടുക, തേങ്ങ തിന്നുക ഒക്കെ ചെയ്താൽ പള്ളൻ്റെ വേദനയാണ് കുറച്ച് കാലത്തിനങ്ങോട്ട്. അപ്പോൾ തേങ്ങ അരച്ച കറികളും തേങ്ങ ഒന്നും നമ്മൾ കൂട്ടുകയില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണയും പാർന്ന് കൊടുക്കട്ടെ. ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കിയിരിക്കും. അപ്പം നമ്മൾ ഓട്ടടൻ്റെ മാവ് റെഡി ആയിട്ട് തന്നെയാണ്. നമുക്ക് അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ വെച്ച് ചൂടായിട്ടാണ് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ എത്തിക്കട്ടെ കേട്ടോ. അപ്പോൾ മക്കളെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി നിൽക്കുക കേട്ടോ. തീക്കട്ട് പാർന്ന് കൊടുക്കുക നമുക്ക്. അപ്പോൾ നമ്മൾ ഈ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നാലൊക്കെ പിന്നെ ഓട്ടട ചുടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് എന്താണ് അരി ഇടാൻ മറക്കണത്. അരി വെള്ളത്തിലിടണമെന്ന് വിചാരിച്ചിട്ടോ. എന്നാൽ പിന്നെ മരുവാൻ കൊടുക്കുമ്പം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഈ കടക്കാൻ. അപ്പം തന്നെയാണ് നമ്മൾ ഓട്ടട ഇവിടെ റെഡി ആയിട്ടോ. കണ്ടെങ്കിൽ നമ്മൾ 2 കയ്യിൽ പൊടി കൊണ്ട് 4 ഓട്ടടയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഓട്ടടൊക്കെ ഉസാറായിട്ട് വന്നേനെ. അപ്പോൾ അരി വെള്ളത്തിടാൻ മറന്നോലൊന്നും ബേജാറാൻ നിൽക്കണ്ട. പത്തിരി പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഉസാറ് ഓട്ടട നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ മക്കളെ ചോറ് വെന്ത് കൂറ്റിയാണ് കേട്ടോ. പിന്നെ ചോറ്റക്ക് ഇന്ന് കൂട്ടാനായിട്ട് സ്കൂൾ കൊണ്ടുപോകാനേ കൂട്ടാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഇതന്നെയാണുള്ള കാര്യമായിട്ട് നമ്മളെ കോഴിമുട്ട പൊരിച്ചതും പിന്നെ ചേനച്ചാറും കേട്ടോ. അത് മതി. ബാക്കി കൂട്ടാനുണ്ടാക്കാൻ നമ്മുടെ സാധനം ഇല്ലാഞ്ഞില്ലൊക്കെ നുള്ളിൽ ഉണ്ടാക്കാനുള്ള സമയമില്ല. അപ്പം ഇന്ന് സ്കൂളിൽ പോരുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. ഇനി ചോറ് ഊറ്റി ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ട് വേണം പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വെയ്യാക്കാണ്ട് എന്നിട്ട് വേണം നമുക്ക് ചായ കുളിക്കണം എന്നിട്ട് അങ്ങനെ സ്കൂൾക്കായിട്ട് പോകണം കേട്ടോ. അതൊക്കെ ഒന്ന് വെയ്യാക്കാണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന്. അപ്പോൾ മക്കളെ നമുക്ക് സ്കൂൾക്ക് കൊണ്ടുള്ള ചോറ് പെടാൻ കേട്ടോ. ചോറും കോഴിമുട്ട പൊരിച്ചതും അച്ചാറും ഇതാട്ടോ ഇന്നത്തെ കൂട്ടാനൊക്കെ. ഇപ്പം വേറെ കൂട്ടാൻ മമ്പേരൊക്കെ ഉണ്ടായിന് ഒന്ന് വെക്കാനുള്ള ടൈം കിട്ടില്ല. ഇതിലടച്ച് വെക്കട്ടെ. ഇപ്പം 7:50 8:10 നമുക്ക് പോകണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുളി നനയൊക്കെ കഴിയാണ്ട്. അപ്പോൾ മക്കളെ നിങ്ങളിത് കണ്ടോ, ഇത് നമ്മളെ ഡ്രസ്സാണ് കേട്ടോ. നമ്മൾ പെരുന്നാൾ കൂടി കാണിച്ചിരുന്നില്ലേ. അപ്പോൾ നമുക്ക് 2 കോടി ഉണ്ടായിട്ടോ പെരുന്നാൾക്ക്. 2 പുതിയ ഡ്രസ്സ് ഉണ്ടായിന്. നമ്മൾ വാങ്ങിയൊന്നല്ല കേട്ടോ. നമ്മൾ കാണിക്കുന്ന ഡ്രസ്സ്
നമുക്ക് ഒരാൾ തന്നതാണ്. അതേപോലെ ഈ ഡ്രസ്സ് ഇതാ പിന്നെ ഒരാൾ തന്നാട്ടോ. അപ്പോൾ ഇത് പറഞ്ഞാൽ അതിൻ്റെ കോട്ടാണ് കേട്ടോ, പർദ്ദയാണ്, പർദ്ദൻ്റെ മുകളിലിടുന്ന കോട്ടാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം കാണിച്ചത് ഇതാ ഇത് കോട്ട് കേട്ടോ. ഇത് നമുക്ക് ദുബായിൽ നിന്ന് ആങ്ങളുടെ മോള് വന്നപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടത്. ഇതെങ്ങനെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഇനി ഇതിൻ്റെ പർദ്ദ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പർദ്ദൻ്റെ മുകളിലുള്ള കോട്ടാണ്. ഇതാട്ടോ പർദ്ദ, കണ്ടില്ലേ? ഈ ഇതിങ്ങോട്ട് ആദ്യം ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകൾക്ക് ഇവിടെ ഒരു കോട്ട് തരാട്ടോ. ആ പർദ്ദൻ്റെ കയ്യൊക്കെ എങ്ങനെയാണ് ഇതാട്ടോ. ഇതാണ് കളർ കണ്ടോ, ഇതാണ് പർദ്ദ. ഈ പർദ്ദ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നേരത്തെ കാണിച്ചെന്ന ആ കോട്ട് തരാം കേട്ടോ. പിന്നെ ഇതാ ഇത് ഷാളാണ് കേട്ടോ, ആ പർദ്ദൻ്റെ ഷാളാണിത്. പിന്നെ ഇതാ നമ്മൾ കോട്ടിൻ്റെ ആ കഷ്ണം ഇതാ അതേപോലത്തെ കഷ്ണം ഇവിടെ വക്കത്ത് വെച്ചാണ്. ഇതാണ് കേട്ടോ ഷാള്. അപ്പോൾ ഈ പർദ്ദ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ചുകൊണ്ട് ഇനിയാളെ കമൻ്റ് അടിക്കാൻ മറക്കണ്ട കേട്ടോ, ആർക്കാ പർദ്ദ ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.